എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, പ്ലീസ് ഷെയറും സബ്സ്ക്രൈബും അതുപോലെ ലൈക്കും കമൻ്റൊക്കെ വരണം. ഓക്കെ, മറക്കരുത്. ചെണ്ടമാളം കേൾക്കുന്നുണ്ടോ? അമ്പലത്തേക്ക് പോകട്ടോ. ഏതാണ് അമ്പലത്തിന് പറഞ്ഞ? ശ്രീ നീലമുടുപ്പുള്ളി ഭഗവതി ക്ഷേത്രം. ഓക്കെ, ഇതൊരു നൊസ്റ്റാൾജിയാണ്. ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന മാപ്പടം സ്കൂളിലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ പറക്കാട്ടിലുള്ള ആളുകൾക്ക് ഇത് പ്രത്യേകം കത്തും. 80s 90s വൈബുള്ള ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് കത്തും. ഞാനൊക്കെ കുറേ വർഷമായി ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് പ്രാവശ്യം ലീവിന് വന്നപ്പോൾ ഇവിടെ വിഷുവേലയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് യൂട്യൂബിൽ കിടക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇത് നമുക്ക് വീണ്ടും എടുത്ത് കാണാൻ പറ്റിയ ഒരു സംഭവം. കണ്ടോ, ഫുള്ള് പാടം, ഇസ്മായിൽ ഖാൻ്റെ പാടമാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഇവിടെ പിന്നെ അലിഖാൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെയൊക്കെ പണ്ട് കുറേ പടക്കം പൊട്ടിച്ചിട്ടും ഞാനും കുട്ടൻ കാണുന്ന തന്നെ അറിയില്ല. അവന് മണ്ണാർക്കാടുള്ളതാണ്. അവൻ അമ്മൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ അവനക്ക് വിഷുവിന് കൈ നീട്ടാൻ കിട്ടിയ പൈസ, എനിക്ക് കിട്ടിയ പൈസയൊക്കെ കാടെ ചേർത്ത് ഞങ്ങൾ ഓലപ്പടക്കമൊക്കെ വാങ്ങി അവിടെ കഥന പൊട്ടിക്കുമ്പോൾ, അമ്പലത്തിൽ കഥന പൊട്ടിക്കുമ്പോൾ ഞങ്ങളിവിടെ ഒരു ഓലപ്പടക്കം പൊട്ടിക്കും, അവിടെ ഒരു കഥന പൊട്ടിക്കുമ്പോൾ ഇവിടെ ഒരു ഓലപ്പടക്കം പൊട്ടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടനെ എവിടെ അറിയില്ല. പിന്നെ അവന് തറവാടൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൽ നടക്കലും ഈ പാടമൊക്കെ നമുക്കൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ അമ്പലത്തേക്ക് കയറാൻ പോകുന്നത്. കുറച്ചങ്ങോട്ട് എത്തി അമ്പലത്തും. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു രസം. ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണേ. പ്രത്യേകിച്ച് നമ്മുടെ പറക്കാട്ടുകാർ, നമ്മുടെ സ്കൂളിലെ ടീം, ഇവർ രണ്ടുപേർക്കും ഇത് പെട്ടെന്ന് കത്തുക ഈ വീഡിയോ. കിച്ചു ഉണ്ട് എൻ്റെ കൂടെ. അനിയേട്ടൻ്റെ മോനാണ് കിച്ചു. പ്രസാദിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്, അവിടെ നിന്നാണ് ഇവിടെ നിന്ന് പോണ വേല സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ടീമുകൾ ഇവിടെ അവിടെ എത്തിയിട്ടുണ്ട്. അത് കാണിക്കാം. ഇത് രസമല്ലേ നമ്മുടെ സ്ഥലം? അമ്പലത്തേക്കുള്ള വഴിയാട്ടത്. അമ്പലത്തോടെ അടുത്തെത്തി. കണ്ണുകൾ ഇതൊക്കെയാണ് നാട്ടുംപുറം. ഇവിടെ കുളം കാണിച്ചു തരാം. കുളമൊക്കെ പറ്റിയില്ലടാ കിച്ചോ, വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ പറഞ്ഞതാ. ഞാൻ അമ്പലത്തേക്ക് കയറാം കേട്ടോ. പണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, കൊട്ട് കാരണം പണ്ട് കുറേ നടന്നിട്ടുണ്ട് ഗൈസ് ഈ വഴി. ഒരു വിഷുവേലൻ്റെ അന്നത്തെ ഒരു ദിവസം എത്ര പെട്ടെന്ന് കൂടെ ഓടുന്നുള്ള അറിയില്ല. അത്രയും നമ്മൾ ഫ്രണ്ട്സൊക്കെ പാടായിട്ട് അത്രയും നടന്നിട്ടുണ്ട് ഈ വഴിക്ക്, ഈ റോഡ്. അന്ന് ഇങ്ങനെയല്ല, ഇങ്ങനെ പാടായിരുന്നു. ഇപ്പൊക്കെ കവുങ്ങായി, അത് മൊത്തം പാടാണ്. പിന്നെ വഴികൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്. ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നടന്നപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നടന്നപ്പോൾ അടുത്താണ് തോന്നുന്നത്. ആദ്യമൊക്കെ എത്ര ഓടിയാലും വന്നാലും ചിലപ്പോൾ എത്തില്ല. എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും പണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള. എത്ര തവണ വരുന്നുള്ളത് ഐഡിയ ഇല്ല. പിന്നെ കഥനൻ്റെ ഇതൊന്നും കേൾക്കാറില്ല ഇപ്പോൾ, അതെന്താ അറിയില്ല. പിന്നെ ഇപ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. വൈകിട്ട് 3:30-4 മണി ആയിട്ടുള്ളൂ. ഞാൻ കഥയ്ക്കണം ആ കുന്ന് വരെ. നിൽക്കടാ കിച്ചു പറയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളത്. അവിടെ പോലെ നിന്നെ ഞാൻ ഫെയിമാക്കി തരാം. എന്തൊക്കെയായിരുന്നു പരിപാടികൾ ഇന്നലെ? മിഞ്ഞാന്നൊക്കെ എന്തായിരുന്നു പരിപാടി ഇവിടെ? ഇന്നലെ അതൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ ഇപ്പം ഇന്നെന്താ പൊറോട്ട നാടകം ഉണ്ടോ? പൊറോട്ട നാടകമല്ലേ, പൊറാട്ടം കളി അല്ലേ?
കൈകൊള്ളികൾ വയനാട്ട് ടീമിൻ്റെ അല്ലേ? ആ അത് ഇപ്പം അത് ഫേമസ് ആണല്ലോ അപ്പോൾ കളി നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കാണാറുണ്ട്. അപ്പോൾ ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്കിന്നിപ്പോൾ കല്യാണമുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുകയെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ കാണിച്ചു തരാം സംഭവം അല്ലേ. നാസിക്ദോളിലെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് വേല പോകുന്നുണ്ട് അവിടേക്ക് അമ്പലത്തേക്ക്. അപ്പോൾ ഇവിടെ ടീം വന്നിട്ടുണ്ട്, അവർ പടി തുടങ്ങും. അപ്പോൾ അത് കാണിച്ചു തരാം. രാത്രിയിലെ പൂരക്കാഴ്ചകൾ കാണിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സമയം കിട്ടിയില്ല. 6 മണിക്ക് ശേഷം കല്യാണത്തിന് കൊണ്ടുവന്നു. അപ്പോൾ അത് ക്ഷമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.